ഹായ് ഓൾ, നിങ്ങളെല്ലാവരും ജെഇമെയിൻ 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് Xylem ഒരുക്കുന്ന ബാച്ചാണ് ധീര ബാച്ച്, നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ബാച്ച് ആയിട്ടുള്ള ധീര 2.0 ജസ്റ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയാക്കാം, നിങ്ങൾ വിചാരിക്കുന്ന റാങ്കിലേക്കും നിങ്ങളുടെ കോളേജുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടും Xylem നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പേഴ്സിൻ്റെ ഒരു മെറ്റീരിയൽ, അഥവാ ഡ്രോപ്പേഴ്സ് എന്ന് വെച്ചാൽ റിപ്പീറ്റർ ബാച്ചിലെ കുട്ടികൾ, ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മെറ്റീരിയൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു. അപ്പോൾ ഇത് നമ്മൾ മാത്സിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് തിയറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ചാപ്റ്റർ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് ലോഗരിതമാണ്. അപ്പോൾ അത് നമ്പർ സിസ്റ്റം, എന്താണ് നാച്ചുറൽ നമ്പർ, എന്താണ് ഹോൾ നമ്പർ, എന്താണ് ഇൻഡിജേഴ്സ് തുടങ്ങി ഓക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എന്തുണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ലെവൽ 1ഉം അതോടൊപ്പം തന്നെ ലെവൽ 2ഉം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രെയിനെ തിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനും ഉണ്ട്, അതായത് ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് തറവായിട്ട് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺസെപ്റ്റ് അപ്ലിക്കേഷൻ എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറിയും അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയുള്ള മെറ്റീരിയലാണ് ഈ കാണുന്ന നമ്മുടെ ഡ്രോപ്പേഴ്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഇത്. റെഡി? പക്ഷേ നമുക്കറിയാം, എക്സാമിനേഷൻ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ മറിച്ച് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഡിഫിക്കൽട്ട് പ്രോസസ് ആണ് അല്ലേ. ഓരോ തിയറിയും എവിടെയുണ്ട് എന്നൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ് എന്താ, മൈൻഡ് മാപ്പ്. ഓക്കെ അല്ലേ, അതായത് ഇപ്പോൾ മൈൻഡ് മാപ്പിലാണെങ്കിൽ ഞാനൊരു ചാപ്റ്റർ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ അത് ഫിസിക്സിനും കെമിസ്ട്രിക്കാണ് നമ്മൾ എന്താക്കുന്നത്, മൈൻഡ് മാപ്പ് കൊടുക്കുന്നത്. മൈൻഡ് മാപ്പിൽ നമ്മളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താക്കിയിട്ടുണ്ടാവും, നമുക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഫിസിക്സിലെ കണ്ടോ, ഇത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് 1ൻ്റെ എല്ലാ ഇക്വേഷൻസും അതോടൊപ്പം തന്നെ അത്യാവശ്യം വേണ്ട ഫോർമുലാസ്, തിയറീസ്, ഡയഗ്രാംസ് ഒക്കെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യത്തക്ക വിധത്തിൽ എന്താക്കിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ മൈൻഡ് മാപ്പോട് നമ്മൾ എന്താക്കുക, ഒന്ന് സുപരിചിതരാവുക, അത് നോക്കി വെക്കുക. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെ ആ സമയത്ത് എക്സാം ഡീറ്റെയിൽഡ് തിയറിയൊക്കെ നിങ്ങൾ പഠിക്കണം, അതൊക്കെ വായിക്കണം. അതോടൊപ്പം ഇതും നമ്മൾ എന്താക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നോക്കിയിട്ട് റിവൈസ് ചെയ്യാനും എന്താക്കും ഇത് പറ്റും. ഓക്കെ, അപ്പോൾ മൈൻഡ് മാപ്പ് ആയി. റെഡി? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബുക്കിൽ എന്തുണ്ട്, PYQസും കാര്യങ്ങളുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. റെഡിയല്ലേ? ഇനി അടുത്ത നിങ്ങൾക്ക് കംപ്ലീറ്റ് PYQൻ്റെ സെറ്റും ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കെമിസ്ട്രിയുടേതാണ്. ഇതേപോലെ തന്നെ ഫിസിക്സിനും അതോടൊപ്പം തന്നെ മാത്സിനും അതോടൊപ്പം എല്ലാം ഉണ്ട്. റെഡി? ശ്രദ്ധിക്കുക, അപ്പോൾ കംപ്ലീറ്റ് അല്ല അതാ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജെഇമെയിൻ അല്ലെ, ഇപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് ജെഇമെയിൻ്റെ കംപ്ലീറ്റ് PYQs ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിതിങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഈ കംപ്ലീറ്റ് PYQനൊപ്പം തന്നെ അതിൽ വളരെ ക്രിസ്പായിട്ടുള്ള എന്തും കൊടുത്തിട്ടുണ്ട്, തിയറിയും കൊടുത്തതായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനെയും ഓക്കെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എന്താക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ജെഇമെയിൻ 2019 അല്ലെ, അതോടൊപ്പം 2024 ഓക്കെ, അപ്പോൾ 2022 അപ്പോൾ എല്ലാ ജെഇമെയിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത മെറ്റീരിയലാണ് ഈ പറഞ്ഞ പോലെ PYQ ബുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജെഇമെയിനൊക്കെ സംബന്ധിച്ചിടത്തോളം കാലം എപ്പോഴും പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ജെഇമെയിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ കണ്ട് നമ്മൾ കാർഡടിച്ച് വെടിവെച്ച് പഠിക്കുകയല്ല വേണ്ടത്. അപ്പോൾ PYQs ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, പ്രത്യേകിച്ച് PYQ ബുക്ക് എന്താക്കുന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഗതിയാണ്, അതായത് നമ്മുടെ Xylemത്തിൻ്റെ DPP. മുൻ വർഷങ്ങളിൽ അത് ഓഫ്ലൈൻ കോഴ്സുകൾക്ക് മാത്രമേ നമ്മൾ എന്താക്കിയിട്ടുള്ളൂ, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇത്തവണ ഓൺലൈൻ കോഴ്സുകൾക്കും അത് DPP എന്താക്കിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് DPP വെച്ചാൽ, ഹാൻഡ് പിക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്താണ്, PYQs ആണ്. അത് ജെഇമെയിൻ ഉണ്ടാവും, കീം ഉണ്ടാവും, ജെഇ അഡ്വാൻസ് ഉണ്ടാവും. ഇതൊക്കെ ഹാൻഡ് പിക്ക് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായി സ്ട്രക്ചർ ചെയ്ത മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ DPP നിങ്ങൾ നോക്കുന്ന സാധനത്ത് ഇപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ആണ്. അപ്പോൾ അത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അത്
അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കീമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, കീമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതായത് ഈ തിയറിയെ ബേസ് ചെയ്തിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എന്തായിരിക്കുന്ന സ്ഥലം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ തന്നെ എന്താക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ. അപ്പോൾ എന്താണ് ഈ സ്ഥലം വളരെ ബോക്സ് ചെറുതാക്കിയിരിക്കുന്നത് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സ്റ്റെപ്പ് നമ്മൾ ആൻസർ ചെയ്തിട്ട് തന്നെ എന്താക്കണം, അത് ശീലിക്കണം കേട്ടോ. അതിന് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെയിലി പ്രാക്ടീസ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ കീമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതാ കീമിന് ക്വസ്റ്റ്യൻ കാണുന്നത്. അതോടൊപ്പം തന്നെ AI-EE അഥവാ AI-EE എന്ന് പറഞ്ഞാൽ പണ്ടത്തെ JEE ആണ് കേട്ടോ. അപ്പോൾ AI-EEയുടെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഇനി അടുത്ത ടോപ്പിക് എത്തി, നമ്മുടെ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറഞ്ഞ ടോപ്പിക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട തിയറി അവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് JEE അല്ലെങ്കിൽ JEE ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ JEE ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നാച്ചർ ഓഫ് ഫ്രൂട്ട് അതുമായി ബന്ധപ്പെട്ട JEE ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ കീം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ഹാൻഡ് പിക്കായിട്ട് ചെയ്തെടുത്ത മെറ്റീരിയലാണ് എന്താ DPP എന്ന് പറഞ്ഞാൽ തിയറി ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എളുപ്പമാക്കുക. ബേസ് മുതൽ നിങ്ങളിങ്ങനെ പിന്നെ എന്താക്കുക മുകളിലേക്ക് കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാമാണ് എന്താ ഈ DPP എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ അല്ലേ? അതും നിങ്ങൾക്ക് ഓൺലൈൻ കുട്ടികൾക്ക് എന്താവുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ നന്നായിട്ട് ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പഴയ ഹിസ്റ്ററി എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, പഠനത്തെ അധികം ശ്രദ്ധിച്ചിട്ടില്ല, ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി മുതൽ പഠിക്കാൻ തയ്യാറാണോ, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണോ, ആ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ രീതിയിലാണ് DPP അതോടെ തന്നെ ബാക്കി മെറ്റീരിയൽ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ എന്താക്കിയിരിക്കുന്നത്, ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, ഇനിയും വൈകിപ്പിക്കാതെ തീരുമാനത്തിലെത്തുക. നമുക്ക് ഉഷാറാക്കിയിട്ട് അടുത്ത വർഷം ഏതെങ്കിലും ഒരു NIT അല്ലെങ്കിൽ IIT ഇതുപോലെ ഇരുന്നു കൊണ്ട് നമ്മുടെ ചാനൽ വീക്ഷിക്കാം. താങ്ക് യു.